ഹായ് ആൻഡ് ഹലോ എവരിവൺ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് സ്വരം, സൗണ്ടാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ സൗണ്ട് അത്ര പോരാ. അപ്പോൾ എനിക്കങ്ങനെ തോന്നിയത് കാരണം ഞാനൊരു എക്സ്റ്റേണൽ മൈക്ക് മേടിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വരം ഒന്ന് നന്നാക്കി എടുക്കണ്ടേ. എൻ്റെ വീഡിയോകളിൽ ഒരു പ്രശ്നം, സ്വരം ക്ലിയർ അല്ല, ഇച്ചിരി പ്രശ്നമുണ്ടെന്നൊക്കെ ആരും പറഞ്ഞിട്ടല്ല, എനിക്ക് തന്നെ തോന്നി. അപ്പോൾ ഇതിൻ്റെ സ്വരം ഇച്ചിരിയും കൂടെ ഒന്ന് നന്നാക്കാൻ എന്താ ഒരു മാർഗം എന്ന് അന്വേഷിച്ചപ്പോൾ ഇതേപോലെ എക്സ്റ്റേണൽ മൈക്കുകളാണ് പല യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവർ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് ആമസോണിൽ നിന്ന് ഒരു ബോയയുടെ ഒരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും അതുവഴി എൻ്റെ സ്വരം എങ്ങനെ നന്നാവും എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മൈക്കിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ആമസോണിൽ നിന്ന് ഡെലിവറി എടുത്തേ ഉള്ളൂ. നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ ബോയ BY-M1 എന്ന എക്സ്റ്റേണൽ മൈക്ക്. ഇതിൻ്റെ MRP വന്നിട്ട് 1650 രൂപയാണ്. പക്ഷേ ഞാൻ ആമസോണിൽ ഓഫറിൻ്റെ ടൈമിൽ മേടിച്ചുകൊണ്ട് ഏകദേശം 810 രൂപയ്ക്ക് കിട്ടി. അത് ആ ഒരു ഓഫർ ടൈം ഉള്ളത് കൊണ്ടും എനിക്ക് ആ ഓഫറിൻ്റെ 2 ടിക്കറ്റും ഒരു 3 ഓഫർ എനിക്ക് മിക്സ് ചെയ്ത് ആണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഈ റേറ്റിന് എനിക്ക് കിട്ടിയത്. ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ക്ലിപ്പ് ഓൺ മൈക്കാണ്. സ്മാർട്ട് ഫോണിലും DSLRലും ക്യാംകോഡറിലും ഒക്കെ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി PC-യിലും ഉപയോഗിക്കാം എന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ ഓമിനി ഡയറക്റ്റ് കണ്ടൻസർ മൈക്രോഫോണാണിത്. ഹൈ ക്വാളിറ്റി ഉണ്ടായിരിക്കും. ചെറിയ നോയ്സ് ആണെങ്കിൽ പോലും അവരത് നല്ലവണ്ണം ബൂസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. സിഗ്നൽ നോയ്സ് 74 dB ആണ് പറയുന്നത്. ഫ്രീക്വൻസി റേഞ്ച് 65 Hz ടു 18 kHz വരെയാണ് കിട്ടുന്നത്. പിന്നെ ഇത് 4 പോൾ ഗോൾഡ് പിന്നാണ് ഇതിൻ്റെ. മൈക്രോഫോൺ വന്നിട്ട് 18 mm H ഇൻറ്റു 8.30 mm W, അങ്ങനെ കുറച്ച് ഡയമെൻഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മൈക്രോഫോൺ 2.5 gram ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇനി ഒന്ന് പൊട്ടിച്ചു നോക്കാം. പാക്കിംഗ് ഒക്കെ നല്ല രസമുണ്ട്. ഇതിൻ്റെ അകത്തൊരു വാറൻറ്റി കാർഡും ഒരു മാനുവലും തന്നിട്ടുണ്ട്. പിന്നെ അവരൊരു വാറൻറ്റി കാർഡ് തന്നിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്തൊന്നും സിഗ്നേച്ചർ ഒന്നും ചെയ്തിട്ടില്ല. കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ ബില്ല് തന്നെയാണല്ലോ മിക്കതിനും ഗ്യാരൻറ്റി. ഇതൊരു നല്ലൊരു പൗച്ചിലാണ് അവർ തന്നേക്കണം കേട്ടോ. ഇതൊരു നല്ലൊരു രസമുള്ളൊരു പൗച്ച് ആണ്. റെസീൻ്റെ ആണെങ്കിലും ബോയ അവരുടെ എംബ്ലമൊക്കെ ചെയ്തൊരു നല്ലൊരു പൗച്ചിലാണിത് നമുക്ക് അയച്ചു തന്നേക്കുന്നത്. ഒരു സിലിക്ക ജെൽ, ഈർപ്പം വലിക്കണ ഒരു ഇതൊക്കെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ കൂടെ 2-3 ആക്സസറീസ് തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ക്ലിപ്പാണ്. നമുക്ക് ഇത് മൈക്ക് പിടിപ്പിച്ചിട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്ത് ഡ്രസ്സേലോ എവിടെയാണെന്ന് വെച്ചാൽ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു ക്ലിപ്പ്. പിന്നെ ഇത് 3.5 ആണല്ലോ ഇത്. അപ്പോൾ ഇത് നമുക്ക് വേറെ ഡിവൈസിലേക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിങ്ങനെ കുത്തി വലുതാക്കി മൈക്കിൻ്റെ ആമ്പിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുത്താൻ വേണ്ടി ആയിട്ട് ഒരു ഇത് തന്നിട്ടുണ്ട്. പിന്നെ 20 feet
20 അടി വയറെന്നാണ് അവർ പറഞ്ഞത്. ഇതെനിക്ക് കണ്ടിട്ട് തന്നെ അതിൽ കൂടുതലുണ്ടോ എന്നോ സംശയമുള്ളൂ. വാവ്, ഉണ്ട്, ആവശ്യത്തിൽ നീട്ടത്. നമുക്കൊരു മുറിയുടെ അങ്ങേ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങേ സൈഡിൽ നമുക്കത് യൂസ് ചെയ്യാൻ അത്രയും നീട്ടം തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ മൈക്ക്. അതെ, മൈക്കിന് അവരൊരു സ്പോഞ്ച് കുഷ്യൻ തന്നിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് ഇട്ടേക്കാം. ഇപ്പം നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ ആയല്ലോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ബാറ്ററി ഉണ്ട്. ഇത് അഡീഷണൽ ആണോ അതോ അഡീഷണൽ ബാറ്ററി അല്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ബാറ്ററി ഇട്ടിട്ടില്ല. അപ്പം ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാനുള്ളത്. ഇതിൻ്റെ പോസിറ്റീവ് താഴത്തായിരിക്കണം, നെഗറ്റീവ് മുകളിലായിരിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്പ്രിങ് ഉള്ള വശത്ത് പോസിറ്റീവ് ടെർമിനലും മറ്റേ അപ്പുറത്ത് ഇത് നെഗറ്റീവ് ആയിരിക്കണം. ഈ ബട്ടൺ സെല്ലിൻ്റെ പോസിറ്റീവ് ഇതാണ്. അപ്പോൾ ആ സ്പ്രിങ് ഉള്ള വശത്ത് ഇത് നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിനാണ് ഈ ഒരു റിബണിൻ്റെ പീസ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാറ്ററി ഇട്ടു. ഇത് അടച്ചു. ഇതിലും ഒരു ക്ലിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. ഈ ആംബ് യൂണിറ്റേന്ന് അധികം നീട്ടമൊന്നുമില്ല വയറിനാകെ, ഇത്രയേ ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് ഫോണിലേക്കുള്ള നല്ല 20 അടി കേബിളാണ്. അപ്പോൾ നമുക്ക് എന്താണേലും ഞാനിതൊന്ന് എൻ്റെ ഫോണിലെ ഹെഡ്ഫോൺ സോക്കറ്റിലേക്ക് ഇത് ഞാൻ പിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് വ്യത്യാസം എന്താണെന്ന് നമുക്ക് നേരിട്ട് തന്നെ തിരിച്ചറിയാം. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ലൈവായിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ പിൻ ചെയ്യാൻ പോവാണ്. യെസ്, അപ്പോൾ നമ്മളിത് പിൻ ചെയ്തു. സൗണ്ടിൽ എന്ത് വ്യത്യാസം വരുന്നു എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഞാനിത് വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയില്ല. പ്ലേ ചെയ്ത് നോക്കണം. നമുക്ക് നമ്മുടെ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന പിന്നും കൂടി ഒന്ന് ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ Boya BY-M1ൻ്റെ അൺബോക്സിങ് നിങ്ങൾ കണ്ടു. സൗണ്ടിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. ഇന്നല്ലെങ്കിൽ നാളെ വരും, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരും. നിങ്ങളുടെ ടോണിക്കുട്ടൻ. ഓക്കെ, ബൈ.